അമീർ നിഷ്പ്രയാസം തന്നെ അവളെ പൊക്കിയെടുത്തിരുന്നു. ജാനി അവനെ വായും പൊളിച്ചു നോക്കി നിന്നു. ചില നഴ്സുമാരുടെ ഉള്ളിൽ അവളോട് കുശുമ്പം തോന്നി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതും അവൾ കൺതുറന്നു. കറങ്ങുന്ന ഫാനും കയ്യിൽ ഡ്രിപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ചുറ്റും കിളിപോയി നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ജാനി വന്നു. കഴിഞ്ഞ ഉറക്കം ചിരിയോടെ അവൾ ചോദിച്ചു. ഞാനെന്താ ഇവിടെ? അമീറിനെ കണ്ടു ഞാൻ. സ്വപ്ന ആയിരുന്നു? അവൾ ഞെട്ടലോടെ ചോദിച്ചു. സ്വപ്നമൊന്നുമല്ല, അമീർ ഡോക്ടർ തന്നെയാ പൊക്കിയെടുത്തത്. എന്നാൽ ചേച്ചിയുടെ സെലക്ഷൻ കൊള്ളാം. സാർ കാണാനും ലുക്കുണ്ട്. അതുപോലെ പുഷ്പം പോലെയല്ലേ ചേച്ചി എടുത്ത് പൊക്കിയത്? ജാനു പറഞ്ഞതും റോസ് എന്തൊക്കെയോ ഓർക്കാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് സതീഷ് സാറും അമീറും ഉള്ളിലേക്ക് കയറി വന്നത്. എന്താ റോസ് സിസ്റ്റർ, ഇപ്പോൾ ഓക്കെ അല്ലേ? അയാൾ സ്നേഹത്തോട് ചോദിച്ചു. അതെ. പെട്ടെന്നൊരു തലകറക്കം പോലെ അവൾ മറുപടി പറഞ്ഞെങ്കിലും അവളുടെ നോട്ടം മുഴുവൻ അമീറിലാണ്. അവൻ കൈ രണ്ടും മാറിൽ കെട്ടി അവളെ നോക്കുകയാണ്. അവളെ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവൻ അവളുടെ BP ഒന്നുകൂടി ചെക്ക് ചെയ്തു. റോസ് അവൻ അടുത്ത് നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ തന്നെയാണ് നോക്കുന്നത്. അവൾ എന്താണ് ആ കണ്ണിൽ അന്വേഷിക്കുന്നതെന്ന് അവൾക്ക് പോലും അറിയുന്നില്ല. പക്ഷേ അവനിൽ ദേഷ്യമോ പകയോ സങ്കടമോ ഒന്നും കാണുന്നില്ല. BP ലോ ആയതാണ്. ഓവർ സ്ട്രെസ് എടുക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. താൻ ഫുഡ് കഴിച്ചോ? അവൻ ചോദിച്ചു. ഞാൻ മറന്നുപോയി, റോസ് മറുപടി പറഞ്ഞു. ലുക്ക് സിസ്റ്റർ, എന്താ തൻ്റെ പേര്? അവൻ ചോദിച്ചു. റോസ് ഞെട്ടലോടെ അവനെ നോക്കി. ആർ യു ഡീഫ്? ചോദിക്കുന്ന കേട്ടില്ലേ? അവൻ ഗൗരവത്തിൽ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു. റോസ്ലിൻ, അവൾ പേടിച്ചുകൊണ്ട് പറഞ്ഞു. സിസ്റ്റർ റോസ്ലിൻ, ഇവിടെ ഒരു സീനിയർ നഴ്സായി എക്സ്പീരിയൻസ് ഉള്ള തനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഡോണ്ട് സ്കിപ്പ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ പേഷ്യൻസിനെ നോക്കാനുള്ള തിരക്കിൻ്റെ ഇടയിൽ സ്റ്റാഫിനെ കൂടെ നോക്കാൻ കഴിയില്ല. തനിക്കും എനിക്കും എല്ലാം ആരോഗ്യമുണ്ടെങ്കിലേ ഹോസ്പിറ്റൽ നോക്കി നടത്താൻ പറ്റുള്ളൂ. അമീർ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനായി വാതി തുറന്നത് സതീഷ് അവനെ വിളിച്ചു. സാർ, സിസ്റ്റർ ഇന്ന് ലീവ് എടുത്തോട്ടെ അല്ലേ? അത്രയും ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. ജാനി ഇന്ന് റോസ് സിസ്റ്ററിന് പകരം ഡ്യൂട്ടിയിൽ കയറിക്കോ. സിസ്റ്റർ ലീവ് എടുത്തു. സതീഷ് പറഞ്ഞതും അവൾ തലയാട്ടി. സതീഷ് പോയതും ജാനി അവളുടെ അടുത്തിരുന്നു. ഇത് തന്നെയാണോ അമീർ? നിങ്ങൾ തമ്മിൽ ഒരു കണ്ടുപരിചയം കാണുന്നില്ല? ജാനി ചോദിച്ചു. എനിക്കറിയില്ലേ അവനെ. അവൻ തന്നെയാ. പക്ഷെ അവൻ എന്താ എന്നെ അറിയാത്ത പോലെ? ഇനി എന്നെ മറന്നുപോയോ? റോസ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. മറക്കാൻ സാധ്യതയുണ്ടോ? ചേച്ചിക്ക് 10 വർഷം കൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? ശരിക്കും ഒന്നെങ്കിൽ അയാൾ അഭിനയിക്കുകയോ അല്ലെങ്കിൽ വേറെ വിവാഹം കഴിഞ്ഞ് അങ്ങനെയെല്ലാം മറന്നു കാണും, അവൾ പറഞ്ഞു. അറിയില്ല, മനസ്സാകെ അസ്വസ്ഥമാണ്. ഇതിലും ഭേദം അവൻ എന്നെ തിരിച്ചറിയുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ആരും അല്ലാത്ത പോലെ. നീ പോയിക്കോ, ഇനി ഇവിടെ നിന്ന് സമയം വൈകും. ഞാൻ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്, റോസ് പറഞ്ഞുകൊണ്ട് പോവാൻ തയ്യാറായി നിന്നതും ജാനുവേഗം അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. ഫ്ലാറ്റിൽ? എൻ്റെ പൊന്നോ, അയാൾക്കൊരു കണ്ണിച്ചോരയില്ല. ലഞ്ച് കഴിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ചേച്ചി തന്നെ അയാളെ അസിസ്റ്റൻറ്റ് ചെയ്തു നാളെ. ജാടത്തേണ്ടി. ജാനു അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന അവളെ നോക്കി പറഞ്ഞു. പണ്ടും അവന് ജാടയ്ക്ക് കുറവില്ല. എന്തോ ഓർത്തുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ഒരു ചിരിയൊക്കെ? പൂർവ്വകാമുകി ഉണർന്നുവോ? ജാനി കളിയാക്കി. ഉണർന്നിട്ട് എന്താ കാര്യം? ഒരിക്കലും ഒന്നിക്കില്ല എന്ന് ഞാൻ സത്യം ചെയ്തില്ലേ? പക്ഷേ ഇപ്പോൾ അവനെ കൺമുന്നിൽ കണ്ടപ്പോൾ മനസ്സിൽ എന്തോ ഒരു തണുപ്പ് പോലെ. അവനോട് ശരിക്കും ഒന്ന് മാപ്പ് പറയണമെന്നുണ്ട്. പക്ഷെ നീ പറഞ്ഞ പോലെ എന്നെ അവൻ മറവിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് ഓർമ്മിപ്പിക്കില്ല, റോസ് പറഞ്ഞു. എൻ്റെ ചേച്ചിക്ക് നല്ല കോട്ടയം കുഞ്ഞച്ചനെ കിട്ടും, അവളുടെ കവളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു ജാനി. റോസ് പുഞ്ചിരിച്ചു. അന്നത്തെ രാത്രി അവൾ ഉറങ്ങിയില്ല. രാത്രി ബൈബിൾ വായിക്കുമ്പോഴും കൊന്ത ചൊല്ലുമ്പോഴും എല്ലാം ഒരുത്തൻ്റെ മുഖം അവളെ അസ്വസ്ഥപ്പെടുത്തി. രാവിലെ കണ്ണാടി നോക്കിയപ്പോൾ അവൾ അമീറിനെ ഓർത്തു. അവൻ്റെ സൗന്ദര്യം തൻ്റെ സൗന്ദര്യവും ഒന്ന് വെറുതെ താരതമ്യപ്പെടുത്തി. ഇല്ല, ഒട്ടും ചേർച്ചയില്ല. പണ്ടും ചേർച്ച ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 10 വർഷം കൊണ്ട് അവൻ തന്നെക്കാൾ ഒരുപാട് മുന്നിലായ പോലെ, സൗന്ദര്യം കൊണ്ടും സ്ഥാനം കൊണ്ടും. ജാനി, എന്നെ കണ്ട ശരിക്കും 32 തോന്നുമോ? അവൾ റെഡിയാവുമ്പോൾ ചോദിച്ചു. ഏയ്, ഒരു 25+, അത്രേ ഉള്ളൂ, ജാനി പറഞ്ഞു. എടി, എനിക്ക് നല്ല തടിയുണ്ടോ? അവൾ കണ്ണാടി കൂടെ വെറുതെ തിരിഞ്ഞു നോക്കി. ടോപ്പ് പൊക്കി വയറി നോക്കിയതും കോൺഫിഡൻസ് ഒറ്റയടിക്ക് താഴോട്ട് പോയി. പണ്ടുള്ളതിനേക്കാൾ പയർ ചാടിയിരിക്കുന്നു. ഇടുപ്പിലായി 2 മടക്കുമുണ്ട്. എന്താ ഇപ്പോൾ ഇങ്ങനൊരു നോട്ടം? എല്ലാം മനസ്സിലാവുന്നുണ്ട്. ജാനു കള്ളച്ചിരി ചിരിച്ചു. പോടി, ഞാൻ ഒട്ടും എന്നെ സ്നേഹിച്ചിരുന്നില്ല അല്ലേ? എൻ്റെ കോലം നോക്ക്, വീർത്ത് തളിച്ച് മത്തങ്ങ പോലെ. ഉയരമില്ലാത്തതാണ് ഏറ്റവും വലിയ കുറവ്. അവിടെ എവിടെയായി 1-2 നിര കൂടിയുണ്ട്, അവൾ പറഞ്ഞു. ചേച്ചിയുടെ ഭംഗി തന്നെ ഈ മത്തങ്ങ പോലെയുള്ള ശരീരമാണ്. ചേച്ചി സാരി ഉടുക്കുമ്പോഴുള്ള ഭംഗി ഞാൻ ഉടുക്കുമ്പോൾ പോലും ഇല്ല. പിന്നെ ചേച്ചിക്ക് കുറച്ച് സെൽഫ് ലവ് കുറവുണ്ട്. ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും ഒരിക്കലും നമ്മളെ സ്വയം സ്നേഹിക്കാൻ മറക്കരുത് കേട്ടോ, അവളുടെ കവിളി പിടിച്ചുകൊണ്ട് ജാനി പറഞ്ഞതും റോസ് ചിരിച്ചു. അവളുടെ നിരയൊത്ത പല്ലുകൾ കാട്ടിയുള്ള പുഞ്ചിരിയിൽ ജാനി അവളെ നോക്കി നിന്നു. ഉണ്ടക്കവളിൽ ചെറുതായൊരു നുണക്കുഴിയുണ്ട്. ഒരു ശാരീരിക സുന്ദരിയാണ് ചേച്ചി. ഒരുക്കങ്ങളില്ലാത്തതിനെ ആർക്കും ഇഷ്ടപ്പെടുന്ന സൗന്ദര്യവും പെരുമാറ്റവും.
റോസ് കണ്ണാടി നോക്കി സ്വയം പുഞ്ചിരിച്ചു. ഇനിയെങ്കിലും താൻ മുന്നോട്ട് ഹാപ്പിയായി ജീവിക്കണം. ആമിർ ഇപ്പോൾ നല്ല രീതിയിൽ സക്സസ്ഫുൾ ഡോക്ടറാണ്. അവൻ ജീവിതത്തിൽ ഇപ്പോൾ ഹാപ്പിയാണ്. താൻ ഒരിക്കലും അവനൊരു കരടല്ല. കഴിഞ്ഞതെല്ലാം മറന്ന് താനും ജീവിക്കണം. ലെറ്റ്സ് ബിഗിൻ വിത്ത് സെൽഫ് ലവ്, അവൾ മനസ്സിനെ പഠിപ്പിച്ചു. പതിവിലും വിപരീതമായി ഇന്നൊരു കറുത്ത ഐടെക്സ് പൊട്ടെടുത്ത് നെറ്റിയിൽ കുത്തി വളരെ ഭംഗിയിൽ അവളുടെ ഉണ്ടക്കണ്ണുകളെ നീട്ടി എഴുതി ഒരു പിങ്ക് നിറത്തിലുള്ള സ്ട്രോബെറി ലിബാം കൂടിയിട്ട് അവളുടെ ഒരുക്കം പൂർണ്ണമായി. ഒരുങ്ങി നിൽക്കുന്ന അവളെ ജാനി സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്തു. ഹോസ്പിറ്റലിൽ എത്തിയതും വേഗം യൂണിഫോം സാരി ധരിച്ചു. അവൾ PDF ഡിപ്പാർട്ട്മെൻറ്റ് മുന്നിലെത്തി. അമീർ വന്നിട്ടില്ല. പേഷ്യൻസ് ഇപ്പോൾ തന്നെ ക്യൂ ആണ്. ടോക്കൺ നമ്പറെല്ലാം എടുത്ത് അവൾ റെഡിയായി നിന്നു. അപ്പോഴേക്ക് റോയൽ ബ്ലൂ ചെക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് അവൻ നടന്നു വന്നിരുന്നു. അവൻ്റെ നടത്തം കാണാൻ തന്നെ ചന്തമാണ്. ഒപ്പം അവൻ്റെ പെർഫ്യൂം സ്മെൽ ഇപ്പോഴും അതേ സ്മെൽ തന്നെ. അവൾ അവൻ്റെ അടുത്തെത്തിയത് പോലും അറിയാതെ കണ്ണടച്ച് ഒന്ന് മൂക്ക് വലിച്ചതും അവൻ അവളുടെ നേരെ വിരൽ ഞൊടിച്ചു. തൻ്റെ സ്വപ്നങ്ങളിൽ കഴിഞ്ഞെങ്കിൽ ടോക്കൺ 1 വരാൻ പറയും, അവൻ ഗൗരവത്തിൽ പറഞ്ഞ് ക്യാബിനിൽ കയറി. റോസ് ചമ്മലോടെ തലയിൽ കൊട്ടി. ടോക്കൺ ഓരോന്നായി വിളിക്കാൻ തുടങ്ങി. അമീർ അവളോട് ആളുകൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. റോസ് ശരിക്കും അവൻ തന്നെ മറന്നുപോയി എന്ന് കരുതി. ഓരോ പേഷ്യൻസ് ഉള്ളിലേക്ക് കയറുമ്പോഴും അവൾ ഇടയ്ക്കിടയ്ക്ക് അവനെ ഒളിക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. ഇടയ്ക്ക് എപ്പോഴും പരസ്പരം കണ്ണുകൾ തമ്മിൽ കോർത്തെങ്കിലും അവൻ യാതൊരുവിധ പരിചയഭാവം അവളോട് കാണിക്കുന്നില്ല. ഉച്ചവരെയുള്ള ഓഫീസ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ റൗണ്ട്സിനായി അവൻ അവളെ തന്നെ വിളിച്ചു. സാർ, ഞാൻ ലഞ്ച് കഴിച്ചിട്ട്. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. ഡ്യൂട്ടിയാണ് വലുത്, അല്ലാതെ ഫുഡല്ല. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് തന്നെ ടൈം കുറച്ച് വൈകി. റൗണ്ട്സ് കഴിഞ്ഞിട്ട് താൻ പോയി ഫുഡ് കഴിച്ചോ, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. ഓ, ഇന്നലെ ഫുഡ് കഴിക്കാത്തതിനായിരുന്നു ഇപ്പോൾ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചാലും പ്രശ്നം. റോസ് ദേഷ്യത്തിൽ പിറുപിറുത്തു. സിസ്റ്റർ എന്തെങ്കിലും പറഞ്ഞു? അമീർ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. ഏയ് ഇല്ലല്ലോ, അവൾ വേഗം അവനോട് മറുപടി നൽകി. പീഡിയാട്രിക് വാർഡിലെ ഓരോ കുഞ്ഞു പേഷ്യൻസിനെ കാണുമ്പോഴും അവരെല്ലാവരും പരിചിതഭാവത്തിൽ റോസിനോട് ചിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ആൻറ്റി ആയിരുന്നു റോസ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ പരിപാടി അത്ര ബുദ്ധിമുട്ടായി തോന്നിയില്ല. കുഞ്ഞുകുട്ടികളോട് കൊഞ്ചിക്കൊണ്ട് സംസാരിക്കുന്ന അവളെ അവനിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. തൻ്റെ കൊഞ്ചൽ കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാം. അവസാന പേഷ്യൻസിനെ കൂടെ നോക്കി അവൻ മുമ്പിലായി നടന്നു. പിന്നാലെ ദേഷ്യത്തിൽ അവളും. ഉച്ചയ്ക്ക് ശേഷം ആരാണ് എൻ്റെ കൂടെ? അമീർ ചോദിച്ചു. അത് എനിക്കറിയില്ല, ഞാൻ ടൈം ടേബിൾ നോക്കിയില്ല, റോസ് പറഞ്ഞു. നീ എവിടെയാ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞ പോലെ. നീയോ? സാർ, ഞാൻ നിങ്ങളുടെ താഴെയുള്ള എംപ്ലോയി ആയിരിക്കാം. സാറിന് എന്നെ പേര് വിളിക്കാം, അല്ലെങ്കിൽ എൻ്റെ ജോലിയെ മാനിച്ച് സിസ്റ്റർ എന്നും വിളിക്കാം. അല്ലാതെ അടുപ്പമില്ലാത്ത ഒരാളെ കയറി നീ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് അത്ര നല്ലതല്ല, റോസ് ദേഷ്യത്തിൽ പറഞ്ഞു. ശരിക്കും എന്തിനാണ് അങ്ങനെ പറഞ്ഞത് റോസിന് തന്നെ അറിയില്ല. തന്നെ അവൻ കണ്ടിട്ട് ശ്രദ്ധിക്കാത്ത മൂലമുള്ള പരിഭവമാണോ, അതോ അവൻ ശരിക്കും മറന്നുപോയ എന്ന സംശയമോ? അവൾക്ക് അവനോട് അങ്ങനെ ഒരു തർക്കുത്തരം പറയാൻ തോന്നിപ്പോയി. എന്നാൽ പെട്ടെന്നായിരുന്നു അവൻ തൻ്റെ മുന്നിലേക്ക് ഒന്നും കൂടി അടുത്തു വന്നത്. പേടിച്ചുകൊണ്ട് അവൾ പിന്നോക്കം നീങ്ങി. എനിക്കാണോടി നിന്നോട് അടുപ്പമില്ലാത്തത്? 10 വർഷം മുമ്പ് ഇതേ ഞാൻ തന്നെയല്ലേ നിന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ നെഞ്ചോട് നടക്കി വെച്ചത്. സിസ്റ്റർ എന്ന് വിളിച്ചു ബഹുമാനിക്കണം പോലും. ഒന്നും മറന്നിട്ടില്ലടി ഞാൻ. ഒരു കടലാസ് കഷ്ണം ചുരുട്ടി കൂട്ടുന്ന പോലെ നീ എന്നെ ഒഴിവാക്കി പോയതല്ലേ. നിന്നെ പെങ്ങളായി കാണണം പോലും, നിന്നെ മറക്കണം പോലും അല്ലേടി, ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഇരുത്തോളിനും ഇരുവശം ഭിത്തിയിൽ കൈകൊണ്ട് ബ്ലോക്ക് ചെയ്തു നിന്നു. പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ പെരുമാറ്റത്തിൽ അവൾ ഞെട്ടലോടെ അവനെ നോക്കി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പക്ഷേ ഒട്ടും വിഷമം തോന്നിയില്ല. അവൻ്റെ ഭാഗത്തു നിന്ന് താൻ ഇതെല്ലാം കേൾക്കാൻ അർഹയാണ്. എൻ്റെ അവസ്ഥ, റോസ് കരട്ടുകൊണ്ട് പറഞ്ഞു. കള്ളക്കണ്ണുനീർ ഒഴുക്കണ്ട, നിന്റെ വെറും നേരം പോക്കാണ്. ഞാൻ ഇന്ന് നീ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, അന്ന് തീർന്നു എനിക്ക് നിന്നോടുള്ള വിശ്വാസം. ഇപ്പോൾ പോലും നിന്നോട് ഞാൻ പരിചയം പുതുക്കാനുള്ള ആഗ്രഹം കൊണ്ട് സംസാരിച്ചതല്ല റോസേ. എൻ്റെ മുമ്പിൽ കിടന്നു നീ എല്ലാം തേഞ്ഞവളെപ്പോലെ നിൽക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നെക്കാളും മികച്ച ഒരാളെ കണ്ടെത്തി നീ വിവാഹം കഴിച്ച് സെറ്റിലാവും എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് എന്തായി? ആരെയടി നീ കെട്ടിയത്? പറയടി, അവൻ അലറി. റോസ് ചുറ്റും നോക്കി. അമ്മി, ആരെങ്കിലും വരും, നമുക്ക് പിന്നെ സംസാരിക്കാം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കേൾക്കട്ടെ, ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്റ്റാഫായ റോസ് സിസ്റ്ററിൻ്റെ ചാബല്യങ്ങൾ. നിന്നെപ്പറ്റി പറയുമ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റ് സതീഷിന് തേനും പാലുമാണ് ഒഴുകുന്നത്. പെങ്ങളെപ്പോലെ ആണത്രേ. അത്രയ്ക്ക് പാവം പിടിച്ച കുട്ടിയാണ് പോലും. നിൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ് അയാളോട് മുഖത്ത് നോക്കി പറയാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് നിന്നെ ഇല്ലാതാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ കണ്ടപ്പോൾ തന്നെ തലയിറങ്ങി വീണല്ലോ. അത്രയ്ക്ക് നീ എന്നെ പേടിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് നീ എന്ത് വലിയ അപരാധമാണ് ചെയ്തത്? ഇനിയും നീ പേടിക്കും. ഞാൻ നിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓരോ ദിവസവും നീ പേടിക്കും. നീ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഇമേജ് ഉണ്ടല്ലോ,
അത് നഷ്ടപ്പെടുന്ന ഓർത്ത് നീ പേടിക്കും. എനിക്കൊരു മടിയുമില്ല റോസേ. എന്നോട് നീ ചെയ്ത തേപ്പ് കഥ ഇവിടെയുള്ള സ്റ്റാഫുകളോട് പറയും. പക്ഷെ പിറ്റേ ദിവസം മുതൽ അവർ നിന്നെ കാണുന്നത് വേറെ രീതിയിലായിരിക്കും. നേരം പോക്കിന് വേണ്ടി ആണുങ്ങളോട് അടുപ്പം കാണിക്കുന്ന, അവരെ പറഞ്ഞു പറ്റിക്കുന്ന നിന്നെ വേശ്യയായിട്ട് തുല്യമായിരിക്കും കാണുക. ആമിർ ശ്വാസം പോലെ എടുക്കാതെ ഉറക്കെ പറഞ്ഞതും റോസ് കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു. അവൻ്റെ കാലിൽ വീണു. ആമിർ അത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് വേഗം പിന്നോക്കം നീങ്ങി. എന്നോട് ക്ഷമിക്കണം. ചെയ്ത തെറ്റിന് ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല. അന്നത്തെ എൻ്റെ പ്രായത്തിൽ അതാണ് ശരിയെന്ന് തോന്നി. എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. എല്ലാം മറക്കണം. എന്നോട് പൊറുക്കണം. കരഞ്ഞുകൊണ്ട് നിലത്തിരുന്ന് പറയുന്ന അവളെ നോക്കിക്കൊണ്ട് ആമിർ ഒന്നും മിണ്ടാതെ വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു. റോസ് തകർന്നു പോയ പോലെ 2 നിമിഷം അതേ ഇരിപ്പിരുന്നു. പിന്നെ ബാത്റൂമിൽ പോയി മുഖം കഴുകി. പക്ഷെ ഇപ്പോൾ എന്തോ അവൾക്ക് മനസ്സിന് സമാധാനം തോന്നി. ആമിർ തന്നെ ഭീഷണിപ്പെടുത്തിയതാണ്. ഇവിടെയുള്ളവരുടെ തൻ്റെ പാസ്റ്റ് പറഞ്ഞ് നാറ്റിക്കുക എന്നൊക്കെ താൻ മനസ്സിലാക്കിയ ആമിർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷെ ഇപ്പോൾ അവനോട് മാപ്പ് ചോദിച്ചപ്പോൾ മനസ്സ് തണുത്തു. ഇനി അവൻ തൻ്റെ പാസ്റ്റ് ഇവിടെ പറഞ്ഞു ഉപദ്രവിച്ചാലും തന്നെ എന്ത് കുത്തുവാക്കുകൾ പറഞ്ഞു ദ്രോഹിച്ചാലും തനിക്ക് കുഴപ്പമില്ല. താൻ ഒരിക്കലും ആമിർ എന്ന ഡോക്ടറിനെ അർഹിക്കുന്നില്ല. തന്നിൽ നിന്നും ഒരുപാട് ദൂരെയാണ് അവൻ. റോസ് സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. തൻ്റെ ക്യാബിനിൽ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ആമിർ. ലഞ്ച് ബ്രേക്ക് ടൈമായിട്ട് പോലും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അടുത്ത സെക്ഷൻ തുടങ്ങും. താൻ ഇത്രയും ദേഷ്യപ്പെട്ട് അവളോട് പറഞ്ഞിട്ടും അവൾ എന്തിനാ അങ്ങനെ ചെയ്തു എന്ന് തന്നോട് തുറന്നു പറയുന്നില്ല. വെറും മാപ്പ് പറഞ്ഞ് തീർക്കാനുള്ളതാണോ ഞാനും അവളും തമ്മിലുള്ള ബന്ധം? ഒരിക്കലുമല്ല. 10 വർഷമാണ് ഞാൻ അവളെ ഓർത്ത് ഉരുകി ജീവിച്ചത്. ജീവിതത്തിൽ ആദ്യമേ പ്രണയിച്ചത് അവളെയാണ്. യെസ്, ഷീസ് മൈ ഫസ്റ്റ് ലവ്. ആയതുകൊണ്ട് തന്നെ അവളിൽ നിന്നുള്ള ചതി ഒരിക്കലും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ആഴത്തിൽ തനിക്ക് മുറിഞ്ഞിരിക്കുന്നു. പിന്നീട് ജീവിതത്തിൽ എല്ലാത്തിനോടും ഒരുതരം വാശിയായിരുന്നു. അവൾ വിദേശത്തുള്ള ആരെങ്കിലും കല്യാണം കഴിച്ച് സെറ്റിലായി ഹാപ്പിയായി ജീവിക്കുക എന്ന് പറഞ്ഞത് തൻ്റെ ചെവിയിൽ ഇപ്പോഴും കേൾക്കാം. തന്നെക്കാൾ ബെറ്ററായ ഒരാളെ അവൾക്ക് കിട്ടരുതെന്ന് ഒരു ഈഗോ തനിക്കുണ്ടായിരുന്നു. പക്ഷെ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പോയവളുടെ പിന്നാലെ ചെല്ലാൻ തൻ്റെ ഈഗോ സമ്മതിച്ചില്ല. തൻ്റെ ഡിപ്രഷൻ കാരണം ഉമ്മയോട് എല്ലാ സത്യവും പറഞ്ഞിരുന്നു. പാവം ഉമ്മ. ഉമ്മയ്ക്ക് റോസിനെ നല്ല കാര്യമായിരുന്നു. ഇതെല്ലാം കൗമാരപ്രായത്തിലെ ഓരോ ചേഷ്ടകളാണെന്നും എന്നെക്കൊണ്ട് ഇത് മറക്കാൻ കഴിയുമെന്നും ഉമ്മ പലവട്ടം തന്നോട് പറഞ്ഞു. പക്ഷെ ഉമ്മയ്ക്ക് അറിയില്ല റോസ് തൻ്റെ ഉള്ളിൽ എത്ര ശക്തിയിലാണ് പടർന്നിരിക്കുന്നതെന്ന്. എൻട്രൻസ് റിസൾട്ട് ഫസ്റ്റ് റാങ്കിൽ തന്നെ താൻ വിജയിച്ചപ്പോൾ അവളൊരു മെസ്സേജെങ്കിലും അയക്കുമെന്ന് കരുതി. പക്ഷെ അപ്പോഴും അവൾ തന്നെ ഒഴിവാക്കി. പിന്നീട് അങ്ങോട്ട് വാശിയായിരുന്നു. എല്ലാത്തിനും ടോപ്പ് മാർക്ക് വാങ്ങി. PG എൻട്രൻസിലും എയിംസ് ഡൽഹിയിൽ പോയി പഠിച്ചു. പക്ഷെ പ്രണയം ഒരുവളോട് മാത്രമേ തോന്നിയുള്ളൂ. വീട്ടിൽ ഐഷയുമായുള്ള വിവാഹത്തിന് നിർബന്ധിച്ചപ്പോൾ പോലും താൻ ഐഷയുടെ അടുത്ത് മാത്രം സത്യം പറഞ്ഞു. അവൾ എനിക്ക് മുറപ്പെണ്ണാണെങ്കിലും അവളെ ഞാനൊരു പെങ്ങളെ പോലെ കണ്ടിട്ടുള്ളൂ എന്നും തുറന്നു പറഞ്ഞു. എന്തോ താൻ പോലും പറയാതെ തന്നെ മനസ്സിലാക്കിയ ആയിഷ അപ്പോൾ തന്നെ ചോദിച്ചു, റോസ് ചേച്ചി ഇഷ്ടമാണല്ലേ? അന്നത്തെ ചേച്ചിയുടെ പരികിലും എക്കയുടെ ഉളിക്കണ്ടുള്ള നോട്ടവും കണ്ടപ്പോഴേ മനസ്സിലായി. എന്തോ ഒന്ന്. കുറേ കാലത്തിന് ശേഷം ഞാൻ പുഞ്ചിരിച്ചു. ചിലപ്പോൾ അവളുടെ പേര് കേട്ടിട്ടായിരിക്കും. പഠനകാലത്തും മലയാളി പെൺകുട്ടികളും നോർത്ത് ഇന്ത്യൻ പെൺകുട്ടികളടക്കം ഒരുപാട് പ്രപ്പോസൽ വന്നിരുന്നു. ഒന്നിലേക്കും താല്പര്യം തോന്നിയില്ല. തൻ്റെ ഉണ്ടപ്പക്രുവിന് അത്രയ്ക്ക് ഭംഗി ഒരു പെണ്ണിനും തനിക്ക് കാണുന്നില്ല. അവസാനം വീട്ടിൽ നിന്ന് വിവാഹത്തിന് നിർബന്ധിച്ചപ്പോഴാണ് തനിക്ക് റോസിനല്ലാതെ വേറെ ആരും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് അറിഞ്ഞത്.